ഗൗരി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. പറയായിരുന്നില്ലേ നിനക്ക് എന്നോട്? എൻ്റെ മനസ്സ് വെളിപ്പെടുത്തുമ്പോൾ എന്തിനാ എന്നെ ഇങ്ങനൊരു കോമാളിയാക്കിയത്? നിന്നോട് ചെയ്ത തെറ്റിന് എന്നോട് പകരം വീട്ടുമായിരുന്നോ? നിന്റെ മുഖത്ത് കണ്ടിരുന്ന ചിരി എന്നെ പരിഹസിക്കുന്നതായിരുന്നോ? മറ്റൊരുത്തൻ്റെ ഭാര്യയെ പ്രണയിക്കുന്നതോർത്ത്? ഒരു തേങ്ങലോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വേണ്ട, ഈ കണ്ണീരിനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ത് ഭംഗിയായാ നീ ഇവിടെ അഭിനയിച്ച് തകർക്കുന്നത്. മറ്റൊരുത്തൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭാര്യയായി. ഇവിടെ ഉള്ളവരുടെ മുന്നിൽ മാത്രോ? ദൈവത്തിൻ്റെ മുന്നിൽ പോലും നീ അഭിനയിക്കായിരുന്നില്ലേ? രണ്ടാളും ഒന്നിച്ച് വിളക്ക് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു പതർച്ച ഞാൻ നിന്റെ കണ്ണിൽ കണ്ടില്ല. അതൊന്നും എൻ്റെ അഭിനയം ആയിരുന്നില്ല. പിന്നെ നിനക്ക് ദൈവങ്ങളോട് വിശ്വാസമില്ലാത്തതുകൊണ്ടോ? അതോ ആ ചിരിയും പരിഹാസമായിരുന്നോ എല്ലാം അറിയാവുന്ന ദൈവങ്ങളുടെ മുന്നിൽ എന്നെ കോമാളിയാക്കുന്നതോർത്ത്? അല്ല, എന്നെ മനസ്സിലാക്കൂ. എൻ്റെ മനസ്സിൽ നിങ്ങളോട് പകയില്ല. നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യില്ല ഞാൻ. എനിക്കതിന് കഴിയില്ല. നിങ്ങളെന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്കറിയാം. മനുവേട്ടനുമായി എൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പിരിയാനുണ്ടായ സാഹചര്യം പറയേണ്ടി വരും. നിങ്ങൾ എന്നെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. വെറുക്കുമെന്ന് പേടിച്ചാ ഞാൻ പറയാതിരുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ തടയാൻ ശ്രമിച്ചത് അതുകൊണ്ടാ. എനിക്ക് ആദ്യമായിരുന്നു നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ മനുവേട്ടനെ കാണുമോ, സംസാരിക്കുമോ, എല്ലാം അറിയുമോയെന്നോർത്ത്. ഇവിടെയുള്ളവരെന്തെങ്കിലും പറയുമോയെന്നോർത്ത്. ഒന്നും നിങ്ങളറിയാതെ രാവിലെ തന്നെ ഇവിടുന്ന് പോകാൻ ബാഗ് വരെ എടുത്തു വെച്ച് കഴിഞ്ഞു ഞാൻ അറിയുമോയെന്നോർത്ത് നീ ഇത്രയും ഭയക്കുന്നതെന്തിനാ? അതിന് മാത്രം എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എനിക്കറിയണം. മനുവുമായി നീ പിരിഞ്ഞതെന്തിനാ? ഇനി ഒന്നും ഞാൻ മറക്കുന്നില്ല. എല്ലാം പറയാം. എന്നെ വെറുക്കരുത്. പറയ്. മനുവേട്ടൻ ദിവസം എന്നെ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വരുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് പെട്ടെന്ന് വയ്യാതായി. ഹോസ്പിറ്റലിലും വീട്ടിലുമായി മുത്തശ്ശി 3-4 മാസം കിടന്നു. എല്ലാ ദിവസവും മനുവേട്ടൻ ഇവിടെ വരുമായിരുന്നു. പൂമുഖം വരെ. അകത്തേക്ക് കയറിയിട്ടില്ല, സത്യം. സതീഷേട്ടനെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി മരിച്ചു കഴിഞ്ഞും ദിവസം വന്നുകൊണ്ടിരുന്നു. അമ്മാവനും അമ്മായിയും ദിനേശേട്ടനും എല്ലാം ശക്തിയായി എതിർത്തിട്ട് പോലും മനുവേട്ടൻ അനുസരിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം എന്നെ ഉപദ്രവിച്ചപ്പോൾ ദിനേശേട്ടൻ്റെ തലയ്ക്കടിച്ചെന്ന്. തലയ്ക്ക് പരിക്ക് പറ്റി ദിനേശേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മായി എന്നെ ഒരുപാട് തല്ലി. പിറ്റേന്ന് മനുവേട്ടൻ വന്നപ്പോൾ അടി കൊണ്ട് വീർത്തെൻ്റെ മുഖവും സതീഷേട്ടൻ്റെ തലയിലെ മുറിവും കണ്ട് മനുവേട്ടന് കാര്യങ്ങൾ മനസ്സിലായി. അന്ന് രാത്രി ആദ്യമായി മനുവേട്ടൻ എന്നെക്കൊണ്ട് ഈ മുറിയിലേക്ക് വന്നു. വാതിലടച്ച് എന്നോട് കുറേ നേരം സംസാരിച്ചു. പിറ്റേന്ന് രാവിലെ വണ്ടിയായി വരും, ഇറങ്ങി വരണമെന്നും ഇവിടുന്ന് ഒരു സാധനം എടുക്കരുതെന്നും പറഞ്ഞു. മനുവേട്ടൻ മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ അടുത്തുള്ള വീടുകളിലെ ആൾക്കാരെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം സതീഷേട്ടൻ വിളിച്ചു വരുത്തി വന്നതാ. അവരൊക്കെ ബഹളം ഉണ്ടാക്കിയെങ്കിലും മനുവേട്ടൻ അവരെല്ലാം എതിർത്ത് നിന്നു. പറഞ്ഞതുപോലെ പിറ്റേന്ന് രാവിലെ മനുവേട്ടൻ വണ്ടിയുമായി വന്നു. കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ എങ്ങനെ മനുവേട്ടനോടെല്ലാം വാങ്ങിത്തരാൻ പറയാമെന്ന് കരുതി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എൻ്റെ ചെറിയൊരു ബാഗിലാക്കി ഞാൻ കയ്യിൽ പിടിച്ചിരുന്നു. ഇവിടുന്ന് മനുവേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ മനുവേട്ടൻ സാരിയൊക്കെ വാങ്ങി വെച്ചിരുന്നു. അതെല്ലാം മാറി നേരെ അമ്പലത്തിൽ ചെന്ന് താലി കെട്ടി. അവിടുന്ന് നേരെ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് വിവാഹം രജിസ്റ്ററും ചെയ്തു. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്മയുടെ വിലക്കുകളെല്ലാം വകവയ്ക്കാതെ എന്നെ സ്വന്തമാക്കിയതിൻ്റെ തിളക്കം മനുവേട്ടൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. അതുപോലെ ഒരു കാട്ടാളൻ്റെ നിഴൽ ഭയത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം നൽകിയ വലിയൊരു സമാധാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് അധിക നേരം ഉണ്ടായില്ല. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് സന്തോഷത്തോടെ പുറത്തിറങ്ങിയ എന്നെ കാത്ത് പോലീസുകാർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മകനെ വശീകരിച്ച് സ്വർണം പണവും തട്ടിയെടുത്തെന്ന് പറഞ്ഞ് രാജേശ്വരിയമ്മ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട്. നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ രാജേശ്വരിയമ്മയുടെ പണവും സ്വർണവും ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. അതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നുവെന്ന് എനിക്കറിയില്ല. പണവും സ്വർണവും കിട്ടിയെങ്കിലും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിച്ചു. സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യലുകൾക്കിടയിൽ വേറെ 2 പേര് കൂടി എനിക്കെതിരെ കംപ്ലൈൻറ്റുമായി വന്നു. പ്രണയം നടിച്ച് അവരിൽ നിന്നും ഞാൻ സ്വർണവും പണവും തട്ടിയെടുത്തെന്ന് പറഞ്ഞ്. ബലമായി താലികെട്ടി മഹേന്ദ്രത്തിൽ കൊണ്ടുപോയപ്പോൾ നിയമസഹായം തേടുമെന്ന് പറഞ്ഞ അവളോട് പ്രണയം നടിച്ച് സ്വർണവും പണവും തട്ടിയെടുത്തെന്ന് പറഞ്ഞ് തിരിച്ച് കംപ്ലൈൻറ്റ് അവളുടെ പേരിൽ കൊടുക്കുമെന്ന് പറഞ്ഞത് ദേവൻ ഞെട്ടലോടെ ഓർത്തു. അവരിൽ ഒരാളെ എനിക്കറിയാം. അയാൾ ഇടയ്ക്കിടയ്ക്ക് സതീഷേട്ടൻ്റെ കൂടെ ഇവിടെ വരുമായിരുന്നു. മറ്റേ ആളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല.
പോലീസ് എന്നെക്കൊണ്ട് ഇവിടെ തെളിവെടുപ്പിന് വന്നപ്പോൾ ഈ അലമാരയിൽ നിന്ന് കുറച്ച് സ്വർണം കണ്ടെടുത്തു. അതെല്ലാം അവരുടേതാണെന്ന് അവർ പറയുന്നു. സ്വർണം കൂടാതെ അവരുടെ രണ്ടാളുടെ കയ്യിൽ നിന്നും ഏകദേശം 8 ലക്ഷത്തോളം രൂപ ഞാൻ തട്ടിയെടുത്തതെന്നും പറഞ്ഞു. അതെല്ലാം സത്യമായിരിക്കുമെന്നും പലരും ഇവിടെ വന്നു പോകുന്നത് കണ്ടിട്ടുണ്ടെന്നും നാട്ടുകാരും വീട്ടുകാരും അവർക്കൊപ്പം ചേർന്ന് പറഞ്ഞു. സ്റ്റേഷൻ, കോടതി, ജയിൽ ഇതെല്ലാമായി മനസ്സ് തകർന്നിരിക്കുമ്പോൾ ഒരു ദിവസം മനുവേട്ടൻ സൈൻ ചെയ്ത ഡിവോഴ്സ് പേപ്പറുമായി എനിക്ക് വേണ്ടി ഹാജരാവുന്ന വക്കീല് ജയിലിലേക്ക് വന്നു. ഡിവോഴ്സിന് സമ്മതിച്ച കേസ് പിൻവലിച്ച് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ്. മനുവേട്ടൻ സൈൻ ചെയ്തതുകൊണ്ട് തന്നെ എനിക്കും സൈൻ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. നിർബന്ധിച്ച് സൈൻ ചെയ്യിപ്പിച്ചു എന്നതാ സത്യം. ഡിവോഴ്സ് കിട്ടി കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം മനുവേട്ടനെ ഞാൻ കാണുന്നത്. അമ്മയുടെ തടവിലാണെന്നും ഡിവോഴ്സിന് സമ്മതിച്ചില്ലെങ്കിൽ എന്നെ ജയിലിൽ വെച്ച് കൊന്നുകളയെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഡിവോഴ്സിന് സമ്മതിച്ചതെന്നും എത്ര കാലം കഴിഞ്ഞാലും ഞാൻ തന്നെയായിരിക്കും മനുവേട്ടൻ്റെ ഭാര്യയെന്നും കാത്തിരിക്കണമെന്നും പറഞ്ഞു. രാജേശ്വരി അമ്മ 2 ഗുണ്ടകളുടെ സഹായത്തോടെ മനുവേട്ടനെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. മറ്റ് 2 പേര് അവർക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് സതീഷേട്ടനും വക്കീലും ജയിലിൽ വന്നിരുന്നു. അമ്മയുടെ ഇവിടുത്തെ ഷെയർ സതീഷേട്ടൻ്റെ പേരിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള തുക സതീഷേട്ടൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ നിവൃത്തിയില്ലാതെ അനുസരിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അമ്മാവൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്കൊന്ന് വന്നതുപോലുമില്ല. അവിടുന്ന് നേരെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുചെന്നാക്കി. എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ മനുവേട്ടനെ സമ്മതിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ വീട്ടുകാർ പോലും എന്നെ വിശ്വസിക്കുന്നില്ല. പലരും ഇന്നലെ എന്നോട് ചോദിച്ചു, മനുവിനേക്കാൾ കൂടുതൽ യോഗ്യനായ ഒരുത്തനെ കിട്ടിയപ്പോൾ നീ അവൻ്റെ കൂടെ പോയല്ലേന്ന് എന്ന് പറഞ്ഞവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ദേവൻ എന്തു പറയണമെന്നറിയാതെ തകർന്നവിടെ ഇരുന്നു. രാവിലെ ഉണർന്ന് വിരിപ്പെല്ലാം എടുത്തു വച്ച് ദേവനെ നോക്കിയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് അവൾ പുറത്തിറങ്ങി ഡോർ അടച്ചപ്പോൾ ദേവൻ കണ്ണു തുറന്ന് ഡോറിലേക്ക് നോക്കി ആലോചിച്ചുകൊണ്ട് കിടന്നു. കുളി കഴിഞ്ഞ് ദേവനുള്ള ചായയുമായി റൂമിലേക്ക് വന്നപ്പോൾ ദേവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പറയാതെ പോയതുകൊണ്ട് അവൾക്ക് വല്ലാതെ സങ്കടം തോന്നി. അവിടെ ഇരുന്ന് കുറച്ചു നേരം കരഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിനീത് അവളെ കണ്ട് ചോദിച്ചു, നീ കരഞ്ഞോ? എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? ഏയ്, കരഞ്ഞൊന്നുമില്ല. നിന്റെ ദേവേട്ടൻ പുറത്തു പോകുന്നത് കണ്ടു. നിന്നോട് പറയാൻ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ആ ചായയുമായി അവൾ കിച്ചണിലേക്ക് തന്നെ പോയി. പൂജയ്ക്ക് വന്ന ബന്ധുക്കളെല്ലാം ഓരോരുത്തരായി പോയി തുടങ്ങി. ഗൗരിയെ, നീ എപ്പോഴാ തിരിച്ചു പോകുന്നത് എന്ന് വല്യമ്മ ചോദിച്ചപ്പോൾ ദേവേട്ടൻ വന്നാൽ പോവും എന്ന് പറയുമ്പോഴും അവളുടെ ഉള്ളം വിങ്ങുകയായിരുന്നു. എല്ലാം അറിഞ്ഞതിന് ശേഷം ഇനി കൂടെ കൂട്ടുമോ എന്നൊരു സംശയം. ഹോട്ടൽ സിൽവർ പ്ലാസയിൽ നിന്നിറങ്ങി ദേവൻ കാറിൽ കയറി മനുവിനെ വിളിച്ചു. നീ എവിടെ? മര്യാദയില്ലാതെയുള്ള ദേവൻ്റെ ചോദ്യം കേട്ട് മനു പകച്ചുപോയി. എങ്കിലും അവൻ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ട്. നിന്നെ ഒന്ന് കാണണം. കൂടെ ഗൗരിയുണ്ടോ? ഇല്ല. ഗൗരിയായി ഇവനിങ് ഇന്നലെ കണ്ടെടുത്ത് കാണാം. എനിക്ക് ക്ലാസ്സുണ്ട്. ഇന്ന് ലീവ് എടുക്ക്. ദേവൻ്റെ സംസാരം കേട്ട് മനുവിന് ദേഷ്യം വന്നു. മഹാദേവൻ, ഇന്നത്തെ ലീവെല്ലാം നോക്കി ക്ലാസ് എല്ലാം ഇന്നലെ തന്നെ അറേഞ്ച് ചെയ്തതാ. ഇന്ന് പെട്ടെന്ന് ലീവ് എടുക്കാൻ പറ്റില്ല. ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് കാണാം. അപ്പോൾ ഗൗരിയെ കൊണ്ടുവരണം. നിന്റെ അമ്മ പെട്ടെന്ന് മരിച്ചുപോയ ക്ലാസ് ഇന്നലെ അറേഞ്ച് ചെയ്തതാണെന്ന് പറഞ്ഞ് നീ ക്ലാസ്സിന് പോവുമോ? മഹാദേവൻ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താ ഇങ്ങനെയെല്ലാം പറയുന്നത്? കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിയാതെ ഉപേക്ഷിച്ച നിന്നോട് പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ?